പ്രിയപ്പെട്ടവരെ, ഈ സാഹിത്യോത്സവത്തിലെ കവിതാ സെഷനുകളിൽ ഒന്നിലാണ് നാം ഇപ്പോൾ. വലിയ ശ്രോതാക്കളുടെ സാന്നിധ്യമൊന്നും കാണുന്നില്ലെങ്കിലും മലയാള കവിതയിൽ താല്പര്യമുള്ളവർ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കാനിടയുള്ള ഒരു ചർച്ചയാണ് ഇത് എന്ന പ്രത്യാശയോടുകൂടി നമുക്ക് തുടങ്ങാം. ഈ നൂറ്റാണ്ടിന് 25 വർഷം തികയുന്ന 25 വയസ്സ് തികയുന്ന 2.5 പതിറ്റാണ്ട് പ്രായം തികയുന്ന സന്ദർഭത്തിലാണ് കവിതയിലെ കയ്പും കനൽ ചൂടും എന്ന പേരിൽ കഴിഞ്ഞ 20-25 വർഷമായി മലയാള കവിതയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന 3 കവികളോടൊപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ KR ടോണിയും എസ് ജോസഫും ഒരുപക്ഷെ ഏറ്റവും മുതിർന്ന ആധുനികാനന്തര തലമുറയിലെ പുതുകവിത എന്ന് നമ്മൾ അന്നൊക്കെ വിളിച്ചു വന്നിരുന്ന ആധുനികതയ്ക്ക് ശേഷം മലയാളത്തിൽ രൂപപ്പെട്ട കവിതയിലെ കഴിഞ്ഞ 25 വർഷക്കാലത്തെ സജീവ സാന്നിധ്യങ്ങളായിരുന്നു KR ടോണി. സമനില എന്ന ആദ്യ സമാഹാരത്തിലൂടെ ഒരുപക്ഷെ 2000-ന് മുമ്പ് തന്നെ മലയാള കവിതയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് KR ടോണി. തൊട്ടു പിന്നാലെ 1999-ലാണ് കറുത്ത കല്ല് എന്ന സമാഹാരവുമായി എസ് ജോസഫിൻ്റെ രംഗപ്രവേശം. ഒരുപക്ഷെ ഇവർക്ക് പിന്നാലെയാണ് ഗോത്ര കവിതയുമായി റാവുള ഭാഷയിലും മലയാള ഭാഷയിലും എഴുതപ്പെട്ട തൻ്റെ ഗോത്ര കവിതകളുമായി സുകുമാരൻ ചാലിഗദ്ദ എന്ന കവി. ഇവരെക്കാളെല്ലാം ചെറുപ്പമാണ് സുകുമാരന്. അവരുടെ പാതി വയസ്സ് മതിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, എല്ലാ അർത്ഥത്തിലും യുവകവിയാണ്. മലയാള കവിതയുടെ യുവത്വമാണ് സുകുമാരൻ ചാലിഗദ്ദ. ആ അർത്ഥത്തിൽ സുകുമാരൻ്റെ കെന്തളു എന്ന കവിത ഇപ്പോഴത്തെ മലയാള പാഠാവലിയിൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പഠന വിഷയമാണ്. അങ്ങനെ ശ്രദ്ധാകേന്ദ്രമായി മലയാള കവിതയുടെ ഏറ്റവും പുതിയ മുഖങ്ങളിലൊന്നായി നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന, ആഹ്ലാദപൂർവ്വം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുന്ന മുഖങ്ങളിലൊന്നായി സുകുമാരൻ മാറിയിരിക്കുന്നു. സുകുമാരനെ സംബന്ധിച്ച് കവിത എന്ന് പറയുന്നത് തൻ്റെ ഗോത്ര സ്വത്വത്തിൻ്റെ പൂർവഭാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഊരിയെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കവിതയെ പുതുക്കാനായിരുന്നു പുതുകവിതയുടെ ആദ്യഘട്ടങ്ങളിലെ ശ്രമം. പൂർവഭാരങ്ങളില്ല എൻ്റെ കവിതയ്ക്ക് എന്ന കൂട്ടത്തിലൊരു കവി പി രാമൻ തൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ കനമെന്ന ആദ്യ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ എഴുതുകയുമുണ്ടായി. കനമെന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. പക്ഷേ ഈ കനക്കുറവിൻ്റെ കവികളാണ് തങ്ങൾ, പൂർവഭാരമില്ലായ്മയുടെ കനക്കുറവിനെയാണ് തങ്ങൾ എഴുതുന്നത് എന്ന് രാമനെ പോലെ ആ തലമുറയിൽപ്പെട്ട ഒട്ടുമിക്ക കവികളും വിശ്വസിച്ചിരുന്നു. പക്ഷേ സുകുമാരനെ സംബന്ധിച്ച് പൂർവഭാരമില്ലായ്മയല്ല, തൻ്റെ ഗോത്രഭാരം അത്രയും ഇറക്കി വയ്ക്കാനുള്ള ഇടമാണ് കവിത. ഇങ്ങനെ റാവുള ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൈവന്ന മലയാള ഭാഷയിലേക്ക് തൻ്റെ ഗോത്രാനുഭവത്തെ, ഗോത്രജീവിതത്തെ, കാടനുഭവത്തെ, സുകുമാരൻ്റെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ആനകളെ പറ്റിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ കാട് അനുഭവത്തെ, ഗോത്രാനുഭവത്തെ, തൻ്റെ ഗോത്രഭാരത്തെ, തൻ്റെ പരിസ്ഥിതി ബോധത്തെ, പ്രകൃതി ബന്ധത്തെ വളരെ ഗാഠമായി, ഞാനിവിടെ പറഞ്ഞ കെന്തളു എന്ന കവിത ഏട്ടക്കൂരി എന്ന പേരിലാണ് മലയാളത്തിൽ സുകുമാരൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 ഭാഷകളിൽ എഴുതുന്ന ഒരു ബൈലിംഗ്വൽ എഴുത്തുകാരനാണ് സുകുമാരൻ. അതുകൊണ്ട് ഈ മുതിർന്ന കവികളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ യുവ കവിയുമായി നമുക്ക് സംവദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൻ്റെ എഴുത്തനുഭവങ്ങളെപ്പറ്റി, എഴുത്തിലെ പ്രയാസങ്ങളെപ്പറ്റി, ദുർഘടങ്ങളെപ്പറ്റി, സങ്കീർണതകളെപ്പറ്റി, സാധ്യതകളെപ്പറ്റി, പ്രതീക്ഷകളെപ്പറ്റി സംസാരിക്കുകയും ഒപ്പം ഒരു കവിതയെങ്കിലും, ചുരുങ്ങിയത് ഒരു കവിതയെങ്കിലും ചൊല്ലുകയും ചെയ്യും സുകുമാരൻ എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ മൈക്ക് സുകുമാരന് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഹോർത്തൂസ് പ്രോഗ്രാമിന് വരുന്നത്. ഞാൻ ആദ്യമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ കവിയരങ്ങ് നടന്നത് കുറേ വർഷം മുമ്പേ ടോണി മാഷിനോടൊപ്പമാണ് ഞാൻ 10-15 കവിത ഒരു വേദിയിൽ വെച്ചിട്ട് അവതരിപ്പിച്ചത്. അത് അട്ടപ്പാടിയിൽ വെച്ചായിരുന്നു. അന്നാണ് എൻ്റെ ആദ്യത്തെ കവിയരങ്ങ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് കേരളമൊട്ടാകെ പടർന്ന് പന്തലിക്കാൻ എനിക്ക് ഒരുപാട് ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, മറ്റുള്ള ആൾക്കാരും എന്നെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു വന്നു. ഈ കവിതയുടെ കയ്പെന്ന് പറഞ്ഞാൽ
ചിലർക്ക് നമ്മൾ എഴുതുന്ന കവിതയൊന്നും ഇഷ്ടപ്പെടാറില്ല. അല്ല, ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല, ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല കവിത എഴുതുന്നത്. കാര്യം എന്ന് അന്ന് ഞാൻ തിരുവനന്തപുരം നമ്മുടെ ബീച്ചിൽ പോയ സമയത്ത് എനിക്ക് മീൻ തിന്നാൻ കൊതിയായിട്ട് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട കവി ഡി അനിൽകുമാറും ചേർന്ന് അവൻ കൂട്ടിയിട്ട് പോയി. എന്നെ ബൈക്കിൽ കയറ്റി അവിടെ പിന്നെ കൊണ്ടുപോയി ഞങ്ങൾ മീൻ മേടിച്ച് മീൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലുള്ള ഒരു പള്ളി കണ്ടു. ഒരു അനാഥമായ ഒരു പള്ളിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ യേശു മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യനും ഉള്ളു, ക്രിസ്ത്യാനികൾ ആരുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, വന്നു പിന്നെ അനിലേ, എനിക്ക് ഇപ്പോൾ ഒരു കവിത എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പിന്നെ എൻ്റെ വിഷയമെന്ന് ചോദിച്ചു. വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ കടൽ എവിടം വരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞു 1.5 കിലോമീറ്റർ അപ്പുറത്ത് വരെയാണ്. അപ്പം ഞാനെന്താക്കി, അത് ഒരു വിഷയമാക്കിയിട്ട് ഞാൻ പിന്നെ ഈ കടലത്തെ വെള്ളവും കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന മണ്ണും സംസാരിക്കുന്ന ഒരു കവിത രൂപത്തിൽ എഴുതി. അപ്പോൾ ഈ കടലത്തെ മണ്ണും അല്ല, കടലിലേക്ക് ഇറങ്ങിപ്പോയ മണ്ണും കടലിലേക്ക് കയറി വരുന്ന അല്ല കരയിലേക്ക് കയറി വരുന്ന പിന്നെ കടൽ വെള്ളവും കൂടി സംസാരിക്കുകയാണ്. പള്ളീൻ്റെ അകത്ത് കയറിയിട്ട് കുമ്പസാരിക്കുകയാണ്. ആളില്ലാത്ത ഒരു പള്ളീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ യേശുവിനെ മാത്രം കുരിശിൽ ഇങ്ങനെ തറച്ചു വെച്ചാൽ കാണാം. അപ്പോൾ കടൽ വെള്ളവും മണലും കുമ്പസാരിച്ചുകൊണ്ട് പറയാണ്, എടി ഈ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഈ പള്ളിയിൽ കിടക്കുന്ന നീ കയറി വരുമ്പോൾ ഈ പള്ളിയിൽ കിടക്കുന്ന യേശു എന്താക്കുമെന്ന് ചോദിച്ചു. പുള്ളി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം എന്താക്കുക, ഇവരുടെ ഈ കുമ്പസാരം കേട്ട് മടുത്തിട്ട് എന്താക്കി, യേശു 2 കാലത്തെ ആണിയും പറിച്ച് 2 കൈയത്തെ ആണിയും പറിച്ച് പുള്ളി ഒറ്റ പോക്കാൻ പോയി. ആ പള്ളി അനാഥമായി. അപ്പം ഇത് ഇങ്ങനെ ഞാനെഴുതുന്ന ഈ ഒരു സാധനം മറ്റുള്ളവർക്ക് കയ്പായിട്ട് തോന്നും, പക്ഷെ സത്യാവസ്ഥ എഴുതിയതാണ്. പിന്നെ ഒരു കവിത, ഒരു ദിവസം യേശുവായിട്ട് നാടകം അഭിനയിക്കാൻ, യേശുവിൻ്റെ രൂപത്തിൽ നാടകം അഭിനയിക്കാൻ നടനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ കറുത്തിരിക്കുന്ന ഞാനും നടനായിട്ട് പോയി. അപ്പോൾ യേശു എങ്ങനെ യേശു നിൽക്കുന്ന ചിത്രം എല്ലാവരും കാണിക്കുന്നത് കൈ ഇങ്ങനെ കാണിക്കുന്നത്, കുരിശിൽ തറച്ച പോലെ നിന്നാൽ മാത്രം മതി. പക്ഷേ അദ്ദേഹം നന്നായിട്ട് നിൽക്കുന്ന അല്ലെ നന്നായിട്ട് നടക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യനും ഇതുവരെയ്ക്ക് നിന്നിട്ടില്ല. അങ്ങനെ ഞാൻ നടനായിട്ട് പോയ സമയത്ത് എന്നെ കറുത്തവനായതുകൊണ്ട് എന്നെ നടനായി സ്വീകരിച്ചില്ല. അവസാനം ഞാൻ എന്താക്കി, അത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ കവിത എഴുതി തീർത്തത് 5 വർഷം മുന്നെയാണ്. കറുത്ത യേശു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നവർക്ക് ചിലപ്പോൾ കയ്പൊക്കെ ഉണ്ടാവും. പിന്നെ മധുരമുള്ള കവിതകളുണ്ട്, അല്ലെങ്കിൽ പ്രതിഷേധ കവിതകളുണ്ട്. എത്ര കവിതകൾ നമ്മളൊക്കെ എന്നെക്കാളും വലിയ എഴുത്തുകാരൊക്കെ എഴുതിയ സാധനങ്ങളൊക്കെ, പിന്നെ കവിതകളും കഥകളും നോവലും എല്ലാം വായിച്ച് ഞാൻ വളർന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ എരിവുണ്ടാവും, പുളിയുണ്ടാവും, കയ്പുണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ വലിച്ചെറിയാൻ തോന്നും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ തോന്നും. അത്തരമുള്ള കവിതകളാണ് പിന്നെ എഴുതുന്നത്. പിന്നെ ഒരു ദിവസം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ഫോറസ്റ്റുകാർ കേൾക്കണ്ട, അവരെന്ത് പറയുമെന്നറിയില്ല. മറ്റേ പിന്നെ ടെലിവിഷൻ ഫോറസ്റ്റ്
ടി വിയിലാണ് പുലിമുരുകൻ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പുലിമുരുകൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാടിൻ്റെ ഉള്ള നിറയെ വിറകാണ്, ഉണക്ക വിറക്. അപ്പം എൻ്റെ വീട്ടിൽ വിറകില്ല. അപ്പം നമ്മുടെ കുട്ടി പറഞ്ഞു, അച്ഛാ ആ ടി വിൻ്റെ ഉള്ളിൽ ആ സിനിമയിൽ നോക്ക് കുറേ നല്ല ഉണക്ക വിറകുന്നു, ബാ നമുക്ക് പെറുക്കാൻ പോവാന്ന്. അങ്ങനെയാണ് പിന്നെ ടെലിവിഷൻ ഫോറസ്റ്റ് എന്ന ഒരു കവിത എഴുതിയത്. ടെലിവിഷൻ ഫോറസ്റ്റ്, ടി വിൻ്റെ ഉള്ളിലെ കാട്, ആ കാട്ടിലുള്ള വിറക് അത് പെറുക്കിയിട്ട് വേണം വീട്ടിൽ വന്നിട്ട് ചോറും കറിയും വെക്കാൻ, കുളിക്കാനും കുടിക്കാനും ചൂടുവെള്ളം വെക്കാൻ, ഇങ്ങനെയുള്ള കവിതകൾ എഴുതിയത്. അപ്പോൾ അതും ഒരു അവർക്ക് കയ്പാണ്. പക്ഷേ എനിക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാനും എനിക്ക് മധുരിക്കാനും സാധിക്കുന്ന കുറച്ച് കവിതയാണ്. ഏകദേശം സമയമില്ലാന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു കവിത ചൊല്ലാം. കവിതയുടെ പേര് കാട്ടുപോലീസ്. മനുഷ്യന്മാർ കാട്ടിൽ നിന്നും മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടിമകളാക്കി വെച്ചിട്ട് മരങ്ങളെ കൊന്നു തിന്നുന്നു. വീട് ആകാശമായ സമയത്ത് മഴ പെയ്യുമേ മാരോരോരോരോരോ രേ 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 ചോമി രേ ചോമി രേ 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 തുമ്പയായോ കാക്കച്ചപ്പ്, കയ്പച്ചപ്പ്, ചക്കരച്ചപ്പ്, ഇലപൊഴിയും കാട്ടിൽ, ഇലപൊഴിയും കാട്ടിൽ ആദിവാസികൾ പാടുന്നു. നാടൊഴിച്ചിട്ട കൂട്ടിൽ നിന്നും ആനകൾ ചീറുന്നു. അരിചേറുന്ന അമ്മയുടെ മുറ്റത്തിൽ കൂടിയ കോഴികളെല്ലാം എന്തോ ഓരോരോരോരോ വാക്കുകൾ പറഞ്ഞ്, അരിചേറുന്ന അമ്മയുടെ മുറ്റത്തിൽ കൂടിയ കോഴികളെല്ലാം എന്തോ ഓരോരോ വാക്കുകൾ പറഞ്ഞത് കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ മകൻ ചൂണ്ടയും ഞാഞ്ഞൂലും പിടിച്ച് പുഴയിലേക്ക് പോയപ്പോൾ പിറകെ ഞാനും അവനെ തേടിയോടി. അവൻ ആദ്യം ഒരു ആരല് കിട്ടി, പിന്നീട് ഒരു ചില്ലാങ്കൂരിയും കിട്ടി. അതുമെടുത്ത് കാട്ടിലൂടെ പോകുമ്പോൾ പക്ഷിയും കുരങ്ങനും വാക്കു പറയുന്ന മരച്ചില്ലകളും നിലക്കാടുകളും ആടി 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 അവൻ്റെ ചെവിയും കണ്ണും കൂറുമ്പയായി. അവൻ്റെ ചെവിയും കണ്ണും കൂറുമ്പയായി. ദാ വരുന്നു കടുവാന നരിപ്പുലി. ഞാൻ വേഗം വെട്ടിമരത്തിൽ കയറി. അവരെല്ലാം വേങ്ങമരത്തിൽ കയറി. ബാക്കിയായവർ പുഴകൾ നീന്തി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. മൃഗങ്ങൾ ആരെങ്കിലും അടിമകളാക്കിയിട്ടുണ്ടോ? പക്ഷികളും കുരങ്ങും മാനും മരങ്ങളുമാണ് കാട്ടുപോലീസ്. ഏതെങ്കിലും ഒരു മൃഗം മനുഷ്യനെ അടിമയാക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ പറയണം. പറയാമോ? പറഞ്ഞാൽ ബാക്കി കൂടി ചൊല്ലാം. ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ രക്ഷിക്കുന്ന മൃഗവും പക്ഷികളുമുണ്ട്. ഞങ്ങളുടെ കാട്ടുപോലീസ് പക്ഷിയും കുരങ്ങനുമാണ്. കാടറിവ് പഠിക്കാൻ നിങ്ങൾ കുറച്ച് കാട് കാണണം. അതാണ് കാട്ടുപോലീസ്. ആന വന്നാൽ പക്ഷികൾ മിണ്ടില്ല. അവർക്കിഷ്ടമാണ് ആനയെ. അതുപോലെ എനിക്കും. ഞാനും വെടുപ്പാണ്, ചന്തമേ വെടുപ്പായി. ഇത് കേട്ടിട്ട്
കയ്പാണോ പുളിപ്പാണോ മധുരമാണോ അല്ല നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടൈറ്റിലിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും. പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കുക. പറയാമോ? ഞാൻ മാഷിന് കൈമാറാം. നന്ദി സുകുമാരൻ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാടനുഭവത്തിൻ്റെ ഒരു തൂർമ ഇരുട്ട് ഈ 10 മിനിറ്റുകൾക്കകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാട്, നമ്മളാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാട് നമ്മെ വന്ന് തൊടുന്ന അനുഭവം. കാട്ടിലെ പോലീസ് കുരങ്ങും പക്ഷികളുമാണ് എന്നതുപോലുള്ള അങ്ങേയറ്റം നെയ്വെന്ന് പറയാവുന്ന നിഷ്കളങ്കത കൊണ്ടാണ് ഒരുപക്ഷെ കാടിനെ, തൻ്റെ ഗോത്രാനുഭവത്തെ, തൻ്റെ ജീവിതത്തെ തനിക്കു മാത്രം സാധ്യമായ വിധത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് സുകുമാരൻ. ഈ കവിയിൽ നിന്ന് നമുക്ക് ഇനിയും വ്യത്യസ്തമായ വേറിട്ട ഒരുപാട് എഴുത്തുകൾ പ്രതീക്ഷിക്കാനുണ്ട്. അടുത്തതായി നമുക്ക് ഈ കൂട്ടത്തിലെ ഏറ്റവും തലമുതിർന്ന കവി എന്ന് പറയാവുന്ന KR ടോണിയിലേക്ക് കടക്കാം. എൻ്റെ കുട്ടിക്കാലത്താണ് കൃഷി എന്ന പേരിലൊരു കവിത കലാകൗമുദിയിൽ KR ടോണി എന്ന ചെറുപ്പക്കാരൻ്റെ ചിത്രത്തോടൊപ്പം ഞാൻ വായിക്കുന്നത്. ആ കവിത പിന്നീട് സമനില എന്ന ആദ്യ സമാഹാരത്തിൽ പോലും ചേർത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കൃഷി എന്നായിരുന്നു ആ കവിതയുടെ പേര്. വാടിയ ടേപ്പുകൾ എന്നതുപോലുള്ള ഒരു വരി ഉണ്ടായിരുന്നു ആ കവിതയിൽ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടേപ്പാണ്. ഇപ്പോൾ ഇല്ലാത്ത ടേപ്പ് ഉണ്ടല്ലോ, പാടുന്ന ടേപ്പ്, ടേപ്പ് റെക്കോർഡറിലെ ടേപ്പ്. വാടിയ ടേപ്പുകൾ, പാടി തളർന്ന ടേപ്പുകളെ പറ്റിയാണ്, അല്ലെങ്കിൽ പാടി കുഴഞ്ഞ ടേപ്പുകളെ പറ്റിയാണ് വാടിയ ടേപ്പുകൾ എന്ന കവിതയിൽ ടോണി എന്ന് എഴുതിയിരുന്നത്. പിന്നീടാണ് KR ടോണി എന്ന കവി, അന്ന് ഞാൻ കുട്ടിയാണ്, ഈ കവിയെ കൂടുതൽ അറിയുന്നത്. സമനില എന്ന സമാഹാരം വായിക്കുന്നത്. സമനിലയുടെ മുഖവുരയിൽ KR ടോണി പറയുന്നുണ്ട്, സംഘർഷമില്ലാതെ എനിക്ക് എഴുതാനാവില്ല, വെള്ളത്തിൻ്റെ മർദ്ദമില്ലാഞ്ഞാൽ സ്വയം ശിഥിലമായി പോകുന്ന ചില മത്സ്യങ്ങളുണ്ട്, അതുപോലെ ഈ സമ്മർദ്ദമില്ലാതെ, അശാന്തിയില്ലാതെ, അസ്വാസ്ഥ്യമില്ലാതെ എനിക്ക് എഴുതാനാവില്ല, സമനിലയല്ല എൻ്റെ കവിതയുടെ നില, സമനില ഇല്ലായ്മയാണ് എന്ന് ആദ്യ സമാഹാരത്തിൻ്റെ മുഖവുരയിൽ ടോണി പറയുന്നുണ്ട്. പിന്നീട് അന്ധകാണ്ഡം പോലെ, ദൈവപാതി പോലെ, ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ഓ നിഷാദ, മാ നിഷാദയല്ല, ഓ നിഷാദ പോലെയുള്ള സമാഹാരങ്ങളിലൂടെ പ്ലമേനമായി എന്ന ഏറ്റവും ശ്രദ്ധേയമായ സമാഹാരത്തിന് ശേഷം ഈ കഴിഞ്ഞ വർഷമായിരുന്നു ജിജി എന്ന ടോണി കവിതയെ നമ്മൾ തിരിച്ചും മറിച്ചും ചർച്ച ചെയ്തത്. അപ്പോൾ അത് സംബന്ധമായി ഓൺലൈനിൽ കണ്ട ഒരു കുറിപ്പിൽ, ഒരു ഇൻ്റർവ്യൂവിൽ ടോണി പറയുന്നുണ്ട്, ഈ ജിജി എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ച പരമാർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ഒരുപക്ഷെ ടോണിയുടെ കവിത പോലെ തന്നെ ഐറണി ഉൾത്തിങ്ങിയ ഒരു പൂർണ്ണ വിരാമം ഇടുന്നത്. ജിജി എന്താണ് എന്ന ചോദ്യത്തിന് ജിജി എന്തല്ല, ജിജി എല്ലാമാണ്, ജിജി പ്രപഞ്ചമാണ്, ജിജി ഒരു കോസ്മിക് എക്സ്പീരിയൻസിൻ്റെ പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടോണിക്ക് സഹജമായ ഐറണി അതിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൗരവത്തോടു കൂടി ഈ കവി പറയുന്നത് പലതും അത്ര ഗൗരവമുള്ള, ആ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യങ്ങളല്ല. അതിലെല്ലാം ചില കുഴിബോംബുകൾ, അല്ലേ, ഗറില്ല വാർഫെയർ പോലെ കവിതയിലൊരു തരം ഒളിപ്പോർമുറ ഭാഷ കൊണ്ട് പരീക്ഷിക്കുന്ന കവിയാണ് KR ടോണി. ഇവിടെ സുകുമാരൻ ക്രിസ്തുവിനെപ്പറ്റി, ക്രിസ്തു മാത്രമുള്ള പള്ളിയെപ്പറ്റി, കടപ്പുറത്തെ പള്ളിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ടോണിയുടെ ദുഃഖവെള്ളി എന്നൊരു കവിത ഇങ്ങനെ ഓർമ്മിച്ചു പോയി. അതും ഈ സമാഹാരത്തിലാണ്, ഓ നിഷാദ എന്ന സമാഹാരത്തിലാണ്. തീരെ ചെറിയ കവിതയാണ്. ഇങ്ങനെയാണ് ആ കവിത. ഇന്ന് ദുഃഖവെള്ളി, എല്ലാ ചാനലിലും മിശിഹ ചരിത്രം. TV-യിൽ പുലിമുരുകൻ കണ്ടതിനെ പറ്റിയാണ് സുകുമാരൻ പറഞ്ഞതെങ്കിൽ ഇന്ന് ദുഃഖവെള്ളി, എല്ലാ ചാനലിലും മിശിഹ ചരിത്രം. യേശുവിനെ കുരിശിലേറ്റുന്നത് പലതവണ കണ്ടുമടുത്തു, എല്ലാ ഈസ്റ്ററിനും കണ്ടുമടുത്തു എന്നാണ് പറയുന്നത്. ആ മടുപ്പോർത്ത് ക്രിസ്ത്യാനികൾ കയ്പുനീര് കുടിക്കുന്നു, ആ മടുപ്പോർത്ത് ക്രിസ്ത്യാനികൾ കയ്പുനീര് കുടിക്കുന്നു, 2 നേരം ഉപവസിക്കുന്നു. ഇനി അടുത്ത ഖണ്ഡമെന്ന് പറയാവുന്ന ഈ ചെറിയ കവിതയിലെ അത്ര തന്നെ ചെറുതായ അവസാന ഖണ്ഡമാണ്. അടുക്കളയിൽ നിന്ന് യേശുവിൻ്റെ അടിയന്തര സദ്യയുടെ മണം പരന്നു, അടുക്കളയിൽ നിന്ന് യേശുവിൻ്റെ അടിയന്തര സദ്യയുടെ മണം പരന്നു, പീലാത്തോസിനെ ഓർത്ത് കൈ കഴുകി ഉണ്ണാനിരുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ഐറണി, ന്യൂനോക്തി എന്നൊക്കെ പറയുന്ന ചില കവിതാ കരുക്കളാണ് ടോണിക്ക് പദ്യം.
അതുകൊണ്ടുകൂടി കാലങ്ങളായി കയ്പിൻ്റെ കവിയായിട്ടാണ് അദ്ദേഹം സ്ഥാനപ്പെടുന്ന മലയാള കവിതയിൽ. അതിനു മുൻപ് എനിക്ക് അങ്ങനെ ഒരു കവിയെ പരിചയമുണ്ടെങ്കിൽ അത് വൈലോപ്പിള്ളിയാണ്. കയ്പവല്ലരി പോലുള്ള കവിതകൾ എഴുതിയ വൈലോപ്പിള്ളി കവിതയിലെ അടിസ്ഥാന രസം കയ്പാണെങ്കിൽ ടോണി കവിതയുടെയും അടിസ്ഥാന രസം കയ്പാണ്. ഈ കയ്പ് കൊണ്ട് പിന്നിട്ട ഈ 25 വർഷക്കാലത്തെ പറ്റി അല്ലെങ്കിൽ 3 പതിറ്റാണ്ടിനെ പറ്റി, കവിതയിൽ ജീവിച്ച, ജോലിയിൽ നിന്ന് മാത്രമേ വിരമിച്ചിട്ടുള്ളൂ, കവിതയിൽ നിന്ന് വിരമിച്ചിട്ടില്ല, ഈ കവിതയിലെ മുൻകാലങ്ങളെപ്പറ്റി, ഋതുഭേദങ്ങളെപ്പറ്റി, പ്രതീക്ഷകളെപ്പറ്റി, നിരാശകളെപ്പറ്റി ടോണി നമ്മോട് സംസാരിക്കും. ഹലോ, കേൾക്കാനില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിതയെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കാൻ മാത്രമുള്ള അതിന് ഉള്ള സമയമില്ല. 10 മിനിറ്റ് കഷ്ടിച്ചു കവിത ചൊല്ലിയാൽ മതി. കവിത ചൊല്ലുന്നേ ഉള്ളൂ. ആ കവിത ഞാൻ ചൊല്ലിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്കത് കാണാപ്പാടം ചൊല്ലാൻ പറ്റുമോ ഒന്ന് പറ്റുമോ നോക്കാം. തിണ്ണബലം, ഞാൻ 2 പ്രാവശ്യം വരികൾ വായിക്കുന്നുണ്ട്. തിണ്ണബലം എന്നാണ് കവിതയുടെ പേര്. ഓരോന്നോർത്ത് കിടക്കുന്നതിനാൽ രാത്രി ഉറക്കം കിട്ടുന്നില്ല. ഓരോന്നോർത്ത് കിടക്കുന്നതിനാൽ രാത്രി ഉറക്കം കിട്ടുന്നില്ല. രാത്രി ഉറക്കം കിട്ടാത്തതിനാൽ രാവിലെ ഉണരാൻ പറ്റുന്നില്ല. രാത്രി ഉറക്കം കിട്ടാത്തതിനാൽ രാവിലെ ഉണരാൻ പറ്റുന്നില്ല. രാവിലെ ഉണരാൻ പറ്റാത്തതിനാൽ തൊഴിലിന് പോകാൻ പറ്റുന്നില്ല. രാവിലെ ഉണരാൻ പറ്റാത്തതിനാൽ തൊഴിലിന് പോകാൻ പറ്റുന്നില്ല. തൊഴിലിന് പോകാൻ പറ്റാത്തതിനാൽ ലീവ് കൊടുക്കാൻ പറ്റുന്നില്ല. തൊഴിലിന് പോകാൻ പറ്റാത്തതിനാൽ ലീവ് കൊടുക്കാൻ പറ്റുന്നില്ല. ലീവ് കൊടുക്കാൻ പറ്റാത്തതിനാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. ലീവ് കൊടുക്കാൻ പറ്റാത്തതിനാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതിനാൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതിനാൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ജോയിൻ ചെയ്യാൻ പറ്റാത്തതിനാൽ ശമ്പളമൊന്നും കിട്ടുന്നില്ല. ജോയിൻ ചെയ്യാൻ പറ്റാത്തതിനാൽ ശമ്പളമൊന്നും കിട്ടുന്നില്ല. ശമ്പളമൊന്നും കിട്ടാത്തതിനാൽ ആട് കണക്ക് ഇലയൊക്കെ മണത്ത് ചാടിച്ചാടി പൊക്കം കയറി കാട്ടവുമിട്ട് കരഞ്ഞിടുന്നു. ശമ്പളമൊന്നും കിട്ടാത്തതിനാൽ ആട് കണക്ക് ഇലയൊക്കെ മണത്ത് ചാടിച്ചാടി പൊക്കം കയറി കാട്ടവുമിട്ട് കരഞ്ഞിടുന്നു. അന്തിക്ക് അന്തം കെട്ടൊരു മട്ടിൽ സ്വന്തം കൂട്ടിൽ വന്നണയുന്നു. അന്തിക്ക് അന്തം കെട്ടൊരു മട്ടിൽ സ്വന്തം കൂട്ടിൽ വന്നണയുന്നു. വന്നുകിടക്കെ ചിന്തിക്കുന്നു. ചിന്തിക്കുന്നവനുണ്ടാം എന്നാൽ ചിന്തിക്കുന്നവനുണ്ടാം എന്ന് പറയുന്നത് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ള അതിൻ്റെ അർത്ഥത്തിലാണ്. വന്നുകിടക്കെ ചിന്തിക്കുന്നവനുണ്ടാം എന്നാൽ ഉണ്ടാം നേരം കണ്ണടയില്ല. കണ്ണ് തുറന്നും ഉറങ്ങാൻ തക്കൊരു തിണ്ണബലം ഞാൻ നേടിയിട്ടില്ല. വന്നുകിടക്കെ ചിന്തിക്കുന്നവനുണ്ടാം എന്നാൽ ഉണ്ടാം നേരം കണ്ണടയില്ല. കണ്ണ് തുറന്നും ഉറങ്ങാൻ തക്കൊരു തിണ്ണബലം ഞാൻ നേടിയിട്ടില്ല. കഴിഞ്ഞു. മറ്റൊരു കവിത, അതെവിടെയും പ്രസിദ്ധീകരിക്കാത്ത കവിതയാണ്. ആന എന്നാണ് കവിതയുടെ പേര്. ഒരു നാൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു കിടന്ന ഞാൻ ഉണരും നേരത്ത് ഒരു ഗജമായി മാറിപ്പോയി. ഒരു നാൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു കിടന്ന ഞാൻ
ഉണരും നേരത്ത് ഒരു ഗജമായി മാറിപ്പോയി. എങ്ങനെയാണെന്നറിയില്ല, നോണ്ട് ഒരു മട്ടിൽ തിങ്ങിയും ഞരങ്ങിയും മുറിക്ക് പുറത്തെത്തി. നാലുകാലിലായി വന്ന് നടയിലകത്തുള്ള നീല സോഫയിൽ മൂടുകുത്തവേ നിലംപൊത്തി. എങ്ങനെയാണെന്നറിയില്ല, നോണ്ട് ഒരു മട്ടിൽ തിങ്ങിയും ഞരങ്ങിയും മുറിക്ക് പുറത്തെത്തി. നാലുകാലിലായി വന്ന് നടയിലകത്തുള്ള നീല സോഫയിൽ മൂടുകുത്തവേ നിലംപൊത്തി. ചായ ഗ്ലാസുമായി വന്നു ഭാര്യ, പതിവ് പോൽ ഭാവശൂന്യയായി വാങ്ങി ഞാനത് തുമ്പിക്കയ്യാൽ. ചായ ഗ്ലാസുമായി വന്നു ഭാര്യ, പതിവ് പോൽ ഭാവശൂന്യയായി വാങ്ങി ഞാനത് തുമ്പിക്കയ്യാൽ. ഏത് ഭാഷയിലാണോ ഞാൻ എന്തോ പറഞ്ഞത്, ബോധ്യമായിട്ടില്ലാത്ത പോൽ അവൾ മടങ്ങിപ്പോയി. ഞാനൊരു വെറും സൗന്ദര്യാത്മക ഗജം മാത്രം എന്ന് അവൾ ഒരുപക്ഷേ ചിന്തിച്ചു പോയിട്ടുണ്ടാം. ഏത് ഭാഷയിലാണോ ഞാൻ എന്തോ പറഞ്ഞത്, ബോധ്യമായിട്ടില്ലാത്ത പോൽ അവൾ മടങ്ങിപ്പോയി. ഞാനൊരു വെറും സൗന്ദര്യാത്മക ഗജം മാത്രം എന്നവൾ ഒരുപക്ഷേ ചിന്തിച്ചു പോയിട്ടുണ്ടാം. ഓർത്തു ഞാൻ ഗ്രിഗർ സാംസ പണ്ടിതേ വിധം താനോ ചാണകവണ്ടായി രൂപം മാറിയതൊരു വേള. ഓർത്തു ഞാൻ ഗ്രിഗർ സാംസ പണ്ടിതേ വിധം താനോ ചാണകവണ്ടായി രൂപം മാറിയതൊരു വേള. നോവലാണത്, പക്ഷേ ഇത് ജീവിതമല്ലേ. കേവലമാകാൻ വയ്യ ഞാനൊരു കഥാപാത്രം. നോവലാണ് അത്, പക്ഷേ ഇത് ജീവിതമല്ലേ. കേവലമാകാൻ വയ്യ ഞാനൊരു കഥാപാത്രം. ഗതികേടിതിൽ പരമെന്തുള്ളൂ ജഗത്തിങ്കൽ, സ്വതവേ നിരാശനാം എൻ മനം മരവിപ്പൂ. ഗതികേടിതിൽ പരമെന്തുള്ളൂ ജഗത്തിങ്കൽ, സ്വതവേ നിരാശനാമെൻ മനം മരവിപ്പൂ. പതുക്കെ എഴുന്നേറ്റു മസ്തകം കുനിച്ചുകൊണ്ട് ഉദരം ചുരുക്കിയും ഉമ്മറം കടന്നപ്പോൾ, എന്തിനു പറയുന്നു കൊമ്പ് എവിടെയോ തട്ടി ഹന്ത പൂമുഖം മൊത്തം ഇഷ്ടികക്കൂമ്പാരമായി. പതുക്കെ എഴുന്നേറ്റ് മസ്തകം കുനിച്ചുകൊണ്ട് ഉദരം ചുരുക്കിയും ഉമ്മറം കടന്നപ്പോൾ, എന്തിനു പറയുന്നു കൊമ്പ് എവിടെയോ തട്ടി ഹന്ത പൂമുഖം മൊത്തം ഇഷ്ടികക്കൂമ്പാരമായി. തുമ്പിയാൽ പടിയുടെ കൊളുത്തു നീക്കിക്കൊണ്ട് സമ്പ്രതി സവാരിക്കായി നിരത്തിലിറങ്ങവേ, തിരിഞ്ഞു നോക്കി ഇതൊന്ന് വീടുണ്ട് പഴയപോലെ. തിരിഞ്ഞീലൊന്നും സത്യം മിഥ്യയോ യാഥാർത്ഥ്യമോ. തുമ്പിയാൽ പടിയുടെ കൊളുത്തു നീക്കിക്കൊണ്ട് സമ്പ്രതി സവാരിക്കായി നിരത്തിലിറങ്ങവേ, തിരിഞ്ഞു നോക്കി ഇതൊന്ന് വീടുണ്ട് പഴയപോലെ. തിരിഞ്ഞീലൊന്നും സത്യം മിഥ്യയോ യാഥാർത്ഥ്യമോ. ദുർവഹം ചിന്താഭാരം പട്ട തുമ്പിയിൽ പോലെ ദുർഗമസ്ഥാനങ്ങളിൽ പേറി ഞാൻ നടക്കുന്നു. ദുർവഹം ചിന്താഭാരം പട്ട തുമ്പിയിൽ പോലെ ദുർഗമസ്ഥാനങ്ങളിൽ പേറി ഞാൻ നടക്കുന്നു. കൂച്ചു ചങ്ങലയില്ല കൂടവേ പാപ്പാന്മാരും, കൂച്ചു ചങ്ങലയില്ല കൂടവേ പാപ്പാന്മാരും. കൂടുതൽ സ്വാതന്ത്ര്യത്താൽ ശാപഗ്രസിതനായി. കൂടുതൽ കൂച്ചു ചങ്ങലയില്ല കൂടവേ പാപ്പാന്മാരും, കൂടുതൽ സ്വാതന്ത്ര്യത്താൽ ശാപഗ്രസിതനായി.
സ്നേഹവ്യഗ്രതയില്ല നിഗ്രഹോത്സുകതയും. വാഹനവ്യൂഹം എന്നെ ഒഴിഞ്ഞു പോയിടുന്നു. സ്നേഹവ്യഗ്രതയില്ല നിഗ്രഹോത്സുകതയും. വാഹനവ്യൂഹം എന്നെ ഒഴിഞ്ഞു പോയിടുന്നു. ആളുകൾ എന്നെ കണ്ട് കരുതി നിൽപ്പൂ. ചിലർ ആദരാൽ പഴക്കുല വെച്ചു നീട്ടുന്നു നേരെ. ആളുകൾ എന്നെ കണ്ട് കരുതി നിൽപ്പൂ. ചിലർ ആദരാൽ പഴക്കുല വച്ചു നീട്ടുന്നു നേരെ. ഭക്തിയും വിഭക്തിയും ഒരുപോൽ ചതിക്കുമെന്ന് ആരെയും ഗൗനിക്കാത്തൊരാനയായി ജീവിക്കാവൂ. ഭക്തിയും വിഭക്തിയും ഒരുപോൽ ചതിക്കുമെന്ന് ആരെയും ഗൗനിക്കാത്തൊരാനയായി ജീവിക്കാവൂ. എങ്കിലും സ്വയം ചെവി നുള്ളി നോക്കിയ നേരം നല്ല വേദനയുണ്ട് സത്യമാണിപ്പോഴീ ഞാൻ. എങ്കിലും സ്വയം ചെവി നുള്ളി നോക്കിയ നേരം നല്ല വേദനയുണ്ട് സത്യമാണിപ്പോഴീ ഞാൻ. നന്ദി. ടോണി ആദ്യമേ ആവശ്യപ്പെട്ടതുപോലെ ആദ്യം ചൊല്ലിയ കവിത ആർക്കെങ്കിലും ഓർത്ത് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും കവിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രത്യഭിവാദ്യം. ആ കവിതയുടെ ഘടനയും അങ്ങനെയായിരുന്നു അല്ലേ? മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ എന്നതുപോലെ പരസ്പരം തൊടുത്തു പോകുന്ന ഒരു ഘടനയായിരുന്നു. ഒരുതരം ബാലകവിതയുടെ ഘടന അവലംബിച്ചുകൊണ്ട് വലിയ മുതിർന്ന മനുഷ്യരുടെ ധർമ്മസങ്കടങ്ങളെ പറ്റിയായിരുന്നു ആ കവിതയിലൂടെ ടോണി പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയ വരികളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നോവുന്നുണ്ട് അതുകൊണ്ട് സത്യമാകുന്നു ഞാൻ. സ്വന്തം നോവിനാൽ സ്വന്തം ഉണ്മ, സ്വന്തം അസ്തിത്വം, ഞാനുണ്ട് എന്ന് അല്ലേ? ചിന്തിച്ചാൽ ഉണ്ടാം. ഐ തിങ്ക് ദെർഫോർ ഐ ആം. ചിന്തിച്ചാൽ ഉണ്ടാം എന്ന് ഡെക്കാർട്ടിനെയും വൈലോപ്പിള്ളിയെയും വള്ളത്തോളിനെയും അല്ലേ ഭക്തിയും വിഭക്തിയും ഇല്ലാതെ ഒരൊറ്റയാനായിരിക്കലാണ് തൻ്റെ ജന്മനിയോഗം എന്ന് പറഞ്ഞു വയ്ക്കുന്ന കവിത നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെഷനിലെ കെ.ആർ. ടോണിയുടെ സമകാലികനായ എസ് ജോസഫ് എന്ന കവിയിലേക്ക് പോകാം. ജോസഫ് എന്ന കവിയോട് എന്ത് ചോദിക്കണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം 1996 ആ രാത്രി എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടതാണ് ഈ കവിയെ. അങ്ങനെ ഒരു പതിറ്റാണ്ടിനോടടുത്ത കാലത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് കവിക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ അന്ധമായി വിശ്വസിക്കുന്നു. ആ കാലങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുമെന്ന്. അവിടെ നിന്ന് ജോസഫിൻ്റെ കവിത 2099 പ്രസിദ്ധീകരിച്ച കറുത്ത കല്ലിൽ നിന്ന് ഈ 2025ഓളം എത്തി നിൽക്കുമ്പോൾ എന്താണ് മലയാള കവിതയിൽ താങ്കൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച മാറ്റം? അങ്ങനെ ഒന്നുണ്ടായോ? ഉണ്ടായെങ്കിൽ അതിൽ താങ്കൾ സംതൃപ്തനാണോ? ഇതൊക്കെയാണ് എനിക്കൊരു മോഡറേറ്റർ എന്ന നിലയിൽ എൻ്റെ സുഹൃത്തായിരുന്ന കവിയോട് ചോദിക്കാനുള്ളത്. മറ്റൊരു സന്തോഷകരമായ കാര്യം, തുടക്ക നിമിഷങ്ങളിലുണ്ടായിരുന്ന സദസ്സല്ല ഇപ്പോഴത്തേത്. ആളെണ്ണം കൂടിയിരിക്കുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന കവികളുടെയും കവിതയുടെയും ശക്തിയാണ്, അതിൻ്റെ കാന്തികതയാലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മൈക്ക് ജോസഫിന് കൈമാറുന്നു. ഹലോ 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 കേൾക്കത്തില്ലേ? ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എൻ്റെ 3 പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. അതിലേറ്റവും അടുപ്പമുണ്ടായിരുന്നത് സജയോടും ടോണിയോടുമായിരുന്നു. സജയും ഞാൻ ഒരുമിച്ച്, അദ്ദേഹം പറഞ്ഞ പോലെ 10-12 വർഷം ഒരുമിച്ച് നടന്നവരാണ്. കവിതയെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സജയ് ആദ്യം കവിത എഴുതുമായിരുന്നു, പിന്നീട് കവിത എഴുതി നിർത്തി നിരൂപകനായി മാറിപ്പോയി. അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല, അറിയാതെ സംഭവിച്ചതായിരിക്കും. ഞാൻ ഈ മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്നു 16 വർഷം. അപ്പം അന്ന് അവിടുത്തെ പല കവികളെയും, പ്രത്യേകിച്ച് ഞാൻ ശങ്കരക്കുറുപ്പിനെ ചെറുപ്പത്തിലെ വായിച്ചിട്ടുണ്ട്. പിന്നെ വൈലോപ്പിള്ളി അവിടെ പഠിച്ചിരുന്നു. ശങ്കരക്കുറുപ്പ് അവിടെ ആദ്യത്തെ അധ്യാപകനായിരുന്നു ആദ്യകാലത്തെ. അതുപോലെ കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആദ്യകാല HOD ആയിരുന്നു. സച്ചിദാനന്ദൻ ഇവിടെ പഠിച്ചിരുന്നു. D. വിനേന്ദ്രൻ പഠിപ്പിച്ചിരുന്നു.
കുറച്ച് കാലം. പിന്നെ ബാലാഞ്ചുള്ളിക്കാട് അവിടെ പഠിച്ചിരുന്നു, വിജയലക്ഷ്മി അവിടെ പഠിച്ചിരുന്നു, അങ്ങനെ ആശാലത പഠിച്ചിരുന്നു. അങ്ങനെ കുറേയേറെ കവികൾ, എഴുത്തുകാരൊക്കെ നമ്മൾ മഹാരാജാസ് നിർമ്മിച്ചിട്ടുണ്ട്, എഴുത്തുകാരെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു അങ്ങനെ വലിയ കവിയായിട്ടൊന്നും അറിയപ്പെടാട്ടല്ല ജീവിച്ചത്. ഞാൻ സാധാരണ അധ്യാപകനായിട്ടാണ് ജീവിച്ചത്. എൻ്റെ ശരിക്കുള്ള പേര് ജോസഫ് സെബാസ്റ്റ്യൻ എന്നാണ്, കോളേജിലെ ഔദ്യോഗികമായ പേര്. അപ്പം ഞാൻ ആ പേര് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. എസ് ജോസഫ് എന്നുള്ളൊരു പേരൊന്നും ഞാൻ പറയാറുണ്ടായിരുന്നില്ല. കോളേജിൽ വളരെ പാസീവായിട്ടാണ് ഞാൻ പോയത്. മഹാരാജാസിനെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. മഹാരാജാസ് എന്തോ ഒരു പേരിലൊരു കവിത എഴുതിയിട്ടുണ്ട്. സംസ്കൃതത്തിൽ എഴുതിക്കുന്ന കവിതയാണ്. ഇവരെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നു. ടോണിയുടെ കവിതയൊക്കെ എനിക്ക് സമനില മുതലേ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഞാനും ടോണി ഒരുമിച്ച് തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് ആസാദിൻ്റെ മുറിയിൽ താമസിച്ചിരുന്നു. ടോണിയുടെ കവിത വളരെ സിമ്പിളാണ്, ലളിതമാണ്. അതുപോലെ ചാലിക്കത്തയുടെ കാട്ടുപന്നി എന്ന് പറയുന്നൊരു കവിത ഉണ്ടാക്കുക, വളരെ ഗംഭീര കവിതകളാണ്. ഞാനിപ്പോൾ സ്വന്തം കവിതയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പൊതുവേ പറയുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കവിതയെ കൺസെപ്ച്വൽ പോയട്രി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെന്താണെന്നുള്ളതാണ് വിശദീകരിക്കാൻ പോകുന്നത്. കൺസെപ്ച്വൽ പോയട്രി എന്ന് പറയുന്നത് ഒരു പുതിയ തരം സങ്കല്പമാണ്. അതായത് നമ്മൾ എന്ത് പറയുന്നുവോ അതല്ല, അവിടുന്ന് കവിത മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ, അപ്പം നമ്മളൊരു കസേരയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസേര അല്ലാതായി മാറുന്നു. അതാണ്, കസേര അവിടുന്ന് പോകും, ആ ഒബ്ജക്റ്റ്, വസ്തു അവിടുന്ന് പോവുകയും വസ്തു പല തലങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥം മാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ കവിതയുടെ അർത്ഥം സന്ദിഗ്ധമാണെന്ന് പറയാം. സന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ സംശയാസ്പദമാണ്. കവിതയ്ക്ക് അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അർത്ഥം പറയാൻ പറ്റില്ല എന്നർത്ഥം. പലതരത്തിൽ ഈ കവിതയെ നമ്മൾ വായിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതാണ് കൺസെപ്ച്വൽ പോയട്രി എന്ന് പറഞ്ഞാൽ. അത് അതിൻ്റെ അർത്ഥം ആംബിഗ്യസ് ആയിരിക്കും. ആംബിഗ്യസ് എന്ന് പറയുമ്പം സന്ദേഹാസ്പദം. ഞാൻ മുമ്പ് പറഞ്ഞ സന്ദിഗ്ധം എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഇംഗ്ലീഷാണ് ആംബിഗ്യസ് മീനിങ് ആണ്. ഇത് കവിതയ്ക്ക് മാത്രമല്ല, ചിത്രകലയിലും ശില്പകലയിലും അതുപോലുള്ള പെർഫോമിംഗ് ആർട്സിലും ഒക്കെ വരാവുന്ന, സിനിമയിലും ഒക്കെ വരാവുന്ന ഒരു കാര്യമാണ് ഈ ആംബിഗ്യസ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. അങ്ങനെ സന്ദേഹാസ്പദമാണ്, കൃത്യമായ ഒരു അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കവിത പഠിപ്പിക്കാനും പ്രയാസമായിരിക്കും. ഇപ്പോൾ ബാലാഞ്ചുള്ളിക്കാണ്ട് ഒരു പ്രണയഗീതം എന്നുള്ള കവിത എടുത്തു കഴിഞ്ഞാൽ അത് കവിതയോട് പറയുന്നതും ആകാം. ഈ കവിതയോടാണ് പറയുന്നത്, നിർത്തു ചിലയ്ക്കൽ നിനക്കെന്ത് വേണമെൻ ദുഃഖങ്ങളോ പണം നേർത്ത പുല്ലിംഗമോ എന്ന് കവിതയോടാണ് പറയുന്നത്. ഇങ്ങനെ പല അർത്ഥത്തിൽ ഈ കവിതയെ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കവിതയ്ക്ക് പല മീനിങ്. വേസ്റ്റ് ലാൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല തലത്തിലാണ് നമ്മളതിൻ്റെ അർത്ഥം വായിക്കാൻ പറ്റുള്ളൂ. ഏപ്രിൽ ഈസ് ദി ക്രൂവലസ്റ്റ് മന്ത്, മാസങ്ങളിൽ ഏറ്റവും ക്രൂരമായ മാസം ഏപ്രിലാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യുദ്ധം വന്നത് മൂലമാണ് വസന്തകാലമായ ഏപ്രിൽ മാസം ക്രൂരമായി മാറിയത് എന്നുള്ളതാണ്. സന്ദേഹാസ്പദമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു എഴുത്ത് രീതിയാണ്. അപ്പം വൈലോപ്പിള്ളിയുടെ കവിതയിൽ വീണതൻ കുടം പോലാൻ നിതംബം വീണുരുമുന്ന വേണീ കദംബം വാരി ഞാനെൻ്റെ മാർല ലജ്ജാഘോരകങ്ങളെ സ്പന്ദിതമാക്കി ഉമ്മ വെച്ചേൻ ചൊറുപൊടി രോമ ചെമ്മി എന്നതിൽ ചെന്നിയിൽ ചുണ്ടിൽ അശ്രുനീരോ ചെറുതുമിനീരോ നിശ്രുതമായി നിറഞ്ഞൊര കണ്ണിൽ നിന്നാണ്. അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഐതർ ഓർ എന്ന് പറയുന്ന ഒരു സംഗതി, അതാണോ ഇതാണോ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുടി വെട്ടുന്ന കടയിൽ കയറിയപ്പോഴേ എന്നെ മുടി വെട്ടിയ ആൾ പരദേശിയാണ്, വടക്കേ ഇന്ത്യക്കാരനാണ്, ഹിന്ദിക്കാരനാണ്. ഇയാൾ വളരെ സുന്ദരനാണ്. ഞാൻ അത്ര ഒരു സുന്ദരനെ കണ്ടിട്ടില്ല അങ്ങനെ. ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം സന്ദേഹിച്ചു, ഇതൊരു പെണ്ണായിരുന്നെങ്കിലോ എന്നിങ്ങനെ ആലോചിച്ചു പോയി. പെട്ടെന്ന് ഞാൻ നിർത്തി വെച്ച് കേട്ടതാണ്, അതൊരു ശരിയല്ലാത്ത പോക്കാണല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരാണിൽ ഒരു പെണ്ണിരിപ്പുണ്ട്,
അല്ലെങ്കിൽ പെണ്ണിൽ ഒരു ആണിരിപ്പുണ്ടെന്നൊക്കെ നമുക്കറിയാം. അത് പുറത്തെടുക്കാൻ പറ്റും. ഇപ്പം തിരുവത്താഴത്തിൻ്റെ ചിത്രം ഉണ്ടല്ലോ, ലാസ്റ്റ് സപ്പറിൽ ഈ ജോൺ എന്ന് പറയുന്ന ശിഷ്യനുണ്ട്. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്ന ജോൺ. അവസാനം ഈ മേരിയുമായിട്ട് ജോൺ സെൽജുക്ക് എന്ന് പറയുന്ന തുർക്കിയിലെ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, കൊണ്ടാണ് പറഞ്ഞത്. ഈ ജോണിൻ്റെ ചിത്രമാണ് അതിനകത്ത് പെണ്ണാന്ന് തോന്നുന്നു. പലരും വിചാരിച്ചിരിക്കുന്നത് മഗ്ദലന മറിയാണെന്നാണ്. യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു മഗ്ദലന മറിയം. അപ്പം മഗ്ദലന മറിയമാണ് ഈ തിരുവത്താഴത്തിലെ ഈ സ്ത്രീ എന്നാണ്. ആ സ്ത്രീ അല്ലത്, സ്ത്രീ സ്വഭാവത്തിലാണ് ജോണിനെ വരച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മൊണാലിസ, സച്ചിദാനന്ദനെ കുറിച്ച് കവിതയുണ്ട്, മൊണാലിസയുടെ കരയും പുഞ്ചിരി മാത്രം ബാക്കി. സച്ചിദാനന്ദൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിത ഓപ്പോളാണ്. വേദനയാണൻ ഓപ്പോൾ, പാതിമയങ്ങിയ കണ്ണിന്തുമ്പിലെ മിഴിനീരാണൻ ഓപ്പോൾ, മരവുരി ചാർത്തിയുറങ്ങും ഗ്രാമം ചൊരിയും കണ്ണീർ കണമെന്നോപ്പോൾ, അവളുടെ മുടിയിഴ നാരുകൾ അടലുതിരും വീണക്കമ്പികൾ, നെൽക്കതിർ പോൽ നേർത്ത കഴുത്തിലെ ഏലസു പിടിച്ചവൾ മന്ത്രിച്ചു, വരുവരു പൊന്നനുയാ നീയും കൂടെ. ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതയാണ് സച്ചിദാനന്ദൻ്റെ. ബാക്കി കവിതയെല്ലാം അതിൽ താഴെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഈ ബാലേന്ദ്രൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അമാവാസി കഴിഞ്ഞിട്ട് ഞാൻ കവിതയെ കാണുന്നുള്ളൂ. ഞാൻ ബാലേന്ദ്രൻ്റെ 3 കവിതയാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഗസൽ, 2 അമാവാസി, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതയായിട്ടുള്ള ഒരു കവിത ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കവിതകളാണ് പഠിച്ചിരിക്കുന്നത്. എനിക്ക് ബാക്കിയുള്ള കവിതകളൊന്നും അത്ര ബോധ്യമല്ല. അത് ഗസലിൽ ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകിയുടെ പുറകെ പോവുകയാണ് പാട്ട് കേട്ട്. ഗുലാമലിയുടെ പാട്ട് കേട്ടിട്ട് കാമുകിയുടെ പുറകെ പോവുകയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് പുള്ളി തിരിച്ചു പോവുകയാണ്. ഒരു മാത്രതൻ സർവകാല സംഗ്രഹ പ്രഭയിൽ മായാപടം മാറ്റുക മനോഹരി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോരുകയാണ്. തിരിച്ചങ്ങോട്ടാണ് പോരുന്നത്. ഞാൻ പോകട്ടെ, പാതയിൽ വിളക്കുകളൊക്കെയും കെട്ടു, പിത്തലാഞ്ചിതം മുഖം മഞ്ഞൾ ചിത്രമായി, ഉദരാന്ധകാരത്തിൽ വിളയും സുഹൃത ദുഷ്കൃതയോഗ ഫലഭാരത്താൽ പരിക്ഷീണയായി, ഏകാന്തമാം കാലച്ച കേൾപ്പിച്ചുകൊണ്ട് ഏകാന്തതയിലേക്ക് ലോകത്തെ വിവർത്തനം ചെയ്തുകൊണ്ട് ഇലയും അത്താഴവും നേർത്ത കൺവിളക്കുമായി അകലെ കുടുംബിനി കാത്തിരിക്കയാമെന്നെ. ഈ കവിത പഠിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് ബാലചന്ദ്രന്റെ കാമുകിയായിരുന്നല്ലോ വിജയലക്ഷ്മി. അവരുടെ ഒരു പ്രണയ കാമ്പസ് ആയിരുന്നു ഇത്. അപ്പൊ ഈ കാമുകിക്ക് പുറകെ പോവാണ്. ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞും കാമുകിയുടെ പുറകെ പോവാണ്. പഴയ കാമുകിയെ തെരി പോവാണ്. പക്ഷേ കാമുകി ഇല്ല. നിങ്ങൾ കാമുകിയെയോ കാമുകനെയോ കല്യാണം കഴിച്ചാൽ പിന്നെ അവരില്ല. കാമുകി നിത്യമായിട്ട് നിൽക്കണമെങ്കിൽ കല്യാണം കഴിക്കരുത് കേട്ടോ. നമുക്കൊരു കാമുകി ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാതിരുന്ന എന്നും ജോസഫ്, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ശരി, സന്ദേശത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഈ ഒരു കാമുകി അന്വേഷിച്ച് പോയിട്ട് അവസാനം ഭാര്യയിലേക്ക് പോവാ. ജീവിത സന്ദേശത്തോടു കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതിനു മുൻപ് ഏതാനും മിനിറ്റുകൾ ബാക്കിയുണ്ട്. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യത്തിനെങ്കിലുമുള്ള ഒരു 3 മിനിറ്റ് നേരം ബാക്കിയുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മുന്നിൽ 1-2 മിനിറ്റുകൾ ബാക്കിയുണ്ട്. ആർക്ക് എന്തും ചോദിക്കാവുന്ന ഒരു അവസരമാണ്. ചോദിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ച കവികളോട് നിങ്ങൾക്ക് തിരിച്ചെന്തും ചോദിക്കാം, പറയാം. അതിനുള്ള അവസരമാണ്, അത് ഉപയോഗിക്കുക. 1 മിനിറ്റാണ് ബാക്കിയുള്ളത്. 1-2 മിനിറ്റുകളാണ് ബാക്കിയുള്ളത്. ഘടികാര സൂചിയൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്നുണ്ടല്ലോ അയ്യപ്പ പണിക്കരുടെ രാത്രിയും പകലും എന്ന കവിതയിൽ. അപ്പോൾ എങ്ങനെയാണ് 1 മിനിറ്റ് നേരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? അവസാനത്ത് ഇവിടെ കവിതയൊല്ലാത്ത ഒരാൾ, സ്വന്തം കവിതയൊല്ലാത്ത ഒരാൾ ജോസഫാണ്. അദ്ദേഹത്തോട് ഒരു ചെറിയ കവിത ചൊല്ലിക്കൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാൻ. ഒരു കവിയായ രതീഷാണ് ചോദ്യകർത്താവ്, ശ്രദ്ധിക്കുക. സോറി, ഞാൻ കുറച്ച് വൈകിപ്പോയി, ബ്ലോക്ക് പെട്ടുപോയി. അവസാനത്തെ സെഷൻ മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ. അപ്പം സാറ് 2-3 കവിതകളിലേക്ക് ഒരു കവിയെ ചുരുക്കാൻ എങ്ങനെയാണ് മറ്റൊരു കവിക്ക് സാധിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം.
പൊതുവേ സാറ് 2-3 കവികളിൽ എനിക്ക് ബാലേന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 കവിതകളാണ്. അങ്ങനെ ഓരോരുത്തരുടെയും 3 കവിതകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ, അധികമായിട്ട് ഇഷ്ടം, വളരെ ഇഷ്ടമാണ് ഈ പറയുന്നത് ഇഷ്ടം, അല്ലാതെ ചെറിയ ഇഷ്ടമല്ലത്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാമുകിയല്ലാതാകും, പിന്നെ അവൾ അന്വേഷിച്ച് പോയാൽ കിട്ടുകയില്ല. അങ്ങനെയാണ് ഈ കവിതയിൽ ഇയാൾ മടങ്ങിപ്പോകുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചുരുക്കാം അല്ലേ? എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആത്മാവിൻ തൊട്ടത് എന്ന് വേണമെങ്കിൽ അങ്ങനെ ചുരുക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ, നീതിപീഠതൻ വെള്ളിയാഴ്ചയിൽ നിന്നും വിണ്ടകൈകളിലേന്തും വിണ്ടലം കലായുധം വിണ്ടലം പാതാളവും ഉഴുതുമറിക്കുവാൻ ഞാൻ വരുമെന്ന് പറഞ്ഞൊരു കവിതയുണ്ടല്ലോ, ബലി എന്ന് പറഞ്ഞ കവിത. നീതിപീഠതൻ വെള്ളിയാഴ്ചയിൽ നിന്നും കയ്യിൽ 1000 മുറിവുമായി വിണ്ടകൈകളിലേന്തും ജൃംഭിതം കലായുധം വിണ്ടലം പാതാളവും ഉഴുതുമറിക്കുവാൻ. അത്രയും ഗംഭീര വരികളാണത്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. വിണ്ടലം പാതാളവും ഉഴുതുമറിക്കുവൻ എന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മളുടെ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന മലയാള സാഹിത്യ വിദ്യാർത്ഥികൾക്കും കാവ്യാസ്വാദകർക്കും ആ വ്യത്യാസം മനസ്സിലാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വിണ്ടലം പാതാളവും ഉഴുതുമറിക്കുവൻ, നോട്ട് ഉഴുതുമറിക്കുവാൻ. നന്ദി, നമസ്കാരം.